തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഇതാണ് ഹാസ്യരസം. ഹാസ്യം എന്ന് പറഞ്ഞാൽ പലരും ചെയ്യാൻ തമാശയാണെന്നാണ്. അങ്ങനെയല്ല. മാഷിന്റെ ആ മുഖത്തെ നോക്കിയേ, എന്താണ് ആ മാഷിന്റെ മുഖത്തെ ഭാവം? വിളിയൊക്കെ പോകുന്നുണ്ടോ മാഷിന്റെ വിളിയൊക്കെ? ഇതാണ് കണ്ടന്റ് എന്നാണ് ഈ ഇംഗ്ലീഷ് വാക്ക്. അത് ശ്രദ്ധിക്കുക. ഹാസ്യം എന്നത് തമാശയല്ല, കണ്ടന്റ് പറഞ്ഞെന്താ? പുച്ഛം. ചിലരെങ്കിലും തിരിച്ചറിഞ്ഞ സന്തോഷം. മാഷ അടുത്ത രസം അഭിനയിക്കുന്നത് ശ്രദ്ധിക്കും. അതറിയോ? എന്നാണ് അത് അഭിനയിക്കാൻ നിങ്ങൾക്ക് എളുപ്പ വഴി മാഷ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. രൗദ്രം, ദേഷ്യമാണ് അഭിനയിച്ചത്. ഇതാ 8 രസങ്ങൾ അഭിനയിച്ചു കഴിയുമ്പോൾ മുഖത്ത് കാണുന്ന ശാന്തരസം. അപ്പോൾ നിങ്ങൾ അഭിനയത്തിന്റെ ഏകദേശം ഫണ്ടമെന്റൽസ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിനോട് ചേരുമ്പോൾ തത്ത ആവുന്നു. ഇങ്ങനെയാണ് കഥകളി മുദ്രകൾ ഉണ്ടാക്കുന്നത്. ആ അടിസ്ഥാന അക്ഷരങ്ങൾ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ആംഗ്യ ഭാഷയിലെ ആദ്യാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്ന മാഷ പേരിൽ ഒരു പ്രബന്ധം ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ് ഫെലോഷിപ്പ് കിട്ടിയപ്പോൾ അതായിരുന്നു മാഷിന്റെ ഗവേഷണ വിഷയം. അതിൽ ആംഗ്യ ഭാഷയിലെ ആദ്യാക്ഷരങ്ങൾ ചിലതൊക്കെ നമുക്കൊന്ന് പറയപ്പെടാം. ഇതാ നമുക്ക് പതാക. പതാക എന്ന മുദ്രയാണ്. മുദ്രാഖ്യം 2 നൂറ് പഞ്ചസാര എടുത്ത പോലെ ഉണ്ട് അല്ലെ? പതാക മുദ്രാഖ്യം. കടകം. അപ്പോൾ 2 നൂറ് പഞ്ചസാര എടുത്തിട്ട് ആ നടുവിരല് തള്ളവിരലിന്റെ ചുവട്ടിലേക്ക്. അപ്പോൾ പതാക മുദ്രാഖ്യം, കടകം. മുഷ്ടി, കർത്തരി മുഖം, സുഖതുണ്ടം, കവിത്വം. അങ്ങനെ പോകണം. 24 അതിൽ കൂടുതലോ ഉണ്ട്. 24 അല്ല, 2-3 എണ്ണം കൂടെ ഒക്കെ ഉണ്ട്. പേരിടാത്ത 2-3 എണ്ണം കൂടെ ഉണ്ട്. എങ്കിലും നിങ്ങൾ PSC പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 24 നൽകിയാൽ മതി. ഈ 24 അല്ലെങ്കിൽ ഈ അധികമോ 24 അധികം വരുന്ന ഈ ഹസ്തമുദ്രകൾ ഉപയോഗിച്ച് ഏത് വാക്കും മാഷുണ്ടാക്കും. ഏത് വാക്കും. അത് പേടിച്ചോടിയതാണ് കാരണം. ഇനി ഒരു മത്സ്യത്തിന്റെ ചലനം ശ്രദ്ധിക്കുക. മാഷ് എന്തൊക്കെ അഭിനയിക്കുന്നത് നോക്കാം. തിരമാലകൾ. അതിലൊരു മത്സ്യം, മീൻ എന്ന മുദ്രയാണ് ശ്രദ്ധിക്കും. മത്സ്യം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. വെള്ളം കുടിച്ചിട്ട് മത്സ്യം കാണും. മീനിന്റെ ചലനം നോക്കും. ഇനി നിങ്ങൾ പറഞ്ഞത് മാഷ് അഭിനയിക്കുക. വെള്ളം കുടിക്കുകയാണ് മത്സ്യം. നിങ്ങൾ പറഞ്ഞില്ല ഇതെന്താണ്? ഇത് ആമ. ആമയുടെ ചലനം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കും. അപ്പൊ ആമയും
മീനിനെയും മത്സ്യത്തെയും കൂർമ്മത്തെയും തിരിച്ചറിയണം ആ മുദ്രയുടെ വ്യത്യാസം. സൂക്ഷ്മ നിരീക്ഷണ പടുക്കളായിരിക്കണം നടന്മാർ. അതിന്റെ പ്രത്യേകതകൾ അവരറിയിച്ചു. ഇനി നമുക്ക് ഒരു താമരപ്പൂ വിടരുന്നു. പിന്നെ മാഷ് എന്തൊക്കെയാണ് അഭിനയിക്കും? മാഷിന് അപ്പൊ തോന്നുന്നൊക്കെ അഭിനയിക്കും. നമുക്ക് എന്തൊക്കെയാണ് മാഷ് അഭിനയിക്കാൻ ഒരു ക്ലൂ നമുക്ക് കൊടുത്തിട്ടുണ്ട്. താമരപ്പൂ വിടരുന്നു. മാഷിന് തോന്നിയതൊക്കെ അഭിനയിക്കുന്നത് നമുക്ക് നോക്കാം. ചെണ്ട എങ്ങനെയാണ് അഭിനയത്തിന് ജീവൻ പകരുന്നത്? ഇനി എന്താ സംഭവിക്കുന്നത്? മാഷ് എന്തൊക്കെ അഭിനയിക്കും? പിടിച്ചിട്ട് അത് വളർന്നു പോയി. പിന്നെ തിരിച്ചു വന്നു. എന്താ സംഭവിച്ചത് അവസാനം? നീ അഥവാ നിങ്ങൾ, ഇതിലേത് മുദ്രയും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ, ഇന്ന് മമ്മൂട്ടിയുടെ മുദ്രയാണ്. ഇന്ന്, ഇപ്പോൾ എന്നൊക്കെയുള്ള മുദ്രയാണിത്. അവിടെ കാണുന്നു മുദ്രയാണ്. അപ്പോൾ ഇനി എത്രയൊക്കെ നിങ്ങൾക്ക് പറയാം? ഇപ്പൊ കാണുന്നു, കേൾക്കുന്നു, പറയുന്നു, ഇങ്ങനെ കുറെ മുദ്രകൾ കാണുന്ന അഭിനയിക്കാൻ പാടില്ല. ഇതെന്താണ്? ആകാരം കഴിക്കുക. പക്ഷെ മാഷ നല്ലത് കണ്ടിപ്പാ. ഇത് തീർക്കണമേ. കൺഫ്യൂഷൻ. ചിന്തിക്കുന്നു. തിങ്കിങ്. Now the actor is thinking about something. കേൾക്കുന്നു. കേട്ടോ? സ്വരം കേൾക്കുന്നില്ലേ? എന്താ? പറയുക. പറയുക എന്ന മുദ്രയും ഈ മുദ്ര പ്രത്യേകം നമുക്ക് പഠിക്കേണ്ട മുദ്രയാണ്. സുഖം തന്നെ. ഓ, സുഖം തന്നെയോ എന്നാണ് ചോദിച്ചത്. അപ്പൊ മറുപടി സുഖം തന്നെയാണോ? സുഖം തന്നെ. സുഖം തന്നെ. ഇനി മാഷ് രസകരമായ അപ്പൊ ഒറ്റ വാക്യം കഴിഞ്ഞു. നമുക്ക് ചില വാക്യങ്ങൾ കാണാം. നിങ്ങളെ നോക്കിയിട്ട് മാഷ് ചില വാക്യങ്ങൾ അവതരിപ്പിക്കുക. നിന്റെ തന്നെ എന്ന് പറയുന്നത് അതോ ഇല്ല എന്ന് പറയുന്നത്?
കാണിച്ചില്ലല്ലോ, ആ പോലെ എന്നുള്ള വാക്ക് എടുത്ത് കാണും. പക്ഷെ ഒരു തവണ ആ പോലെ എന്നുള്ള മുദ്ര കാണിച്ച പോലെ നോക്കും, പോലെ പോലെ എന്ന് അങ്ങനെ ഈ മുദ്ര ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഭാര്യ എന്ന മുദ്രയാണ് ഇപ്പോൾ മാഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ എന്നാണ് മാഷ് കാണിക്കുന്നത്. അപ്പൊ ഒരു സെന്റൻസ് ഇട്ടാൽ എങ്ങനെ വരും? സോറി, ഇപ്പൊ കാണിക്കുന്ന മാഷ് ഭർത്താവ് എന്ന മുദ്രയാണ്. ഭർത്താവിന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് വളയ്ക്കാം, അല്ലെങ്കിൽ പദ്ധതിയുടെ അപ്പുറത്താണ് അപ്പോൾ ഭർത്താവ്. അപ്പൊ മാഷ അത് ഉപയോഗിച്ച് ഭാര്യ എവിടെ പോയോ? അപ്പോൾ ഇനി നമുക്ക് കഥകളിയുടെ കുറച്ചുകൂടെ വേറൊരു ഉപമാഷ വാക്യം. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് പോവാം. കഥകളിയിലെ ഈ സ്റ്റേജ് പെർഫോമൻസസിനെ, കഥകളി മാത്രമല്ല ലൈവ് സ്കൂളുകളിലൊക്കെ പിള്ളേർ ഏറ്റവും ആവശ്യപ്പെട്ട ഒന്നുകൂടെ കാണിക്കുക. അതിനൊക്കെ ശ്രദ്ധിക്കുക. ഇത് പഠിച്ചാൽ ഇത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. മോഹിനിയാട്ടം പഠിച്ച പെണ്ണിന് മനസ്സിലാവും അവിടെ ആങ്ങളെ കഥ പിടിയുന്നൊന്നുമില്ല. ഇത് മുമ്പേ ലൈക്കാണ് കാണിച്ചാൽ ഇവിടെ ലവ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇറങ്ങി മണ്ണിലേക്ക്, ഈ ഭൂമിയിലേക്ക് വരിക. ഓ, ഈ ഓ എന്ന മുദ്ര കാണുന്നവരെ ഞാൻ ഈ വരി പാടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഞാൻ 10 പ്രാവശ്യമൊക്കെ പാടേണ്ടി വരും. മാഷിന് അഭിനയിക്കാൻ ആവശ്യത്തിന് കൈ കൊടുക്കും. അപ്പോൾ ഈ ഓ കാണുമ്പോൾ ഞാൻ അടുത്ത വരി പാടും. അടുത്ത വരി ഏതാണ്? ഓർമ്മയുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിച്ചത് വിധുമണ്ഡലം ചന്ദ്രബിംബം എന്നാണ് മാഷ് കാണിച്ചത്. ഇറങ്ങി, ഇറങ്ങുന്ന മുദ്രയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് ഈ ഓ കാണുമ്പോൾ ഞാൻ വീണ്ടും അടുത്ത വരി, 3ാമത്തെ വരി പാടും. സ്വർണ്ണ എന്ന മുദ്രയാണ്. പെൺകുട്ടികളൊക്കെ പഠിച്ചു വെച്ചോ, പ്രിയപ്പെട്ട വാക്കല്ലേ. സ്വർണ്ണ വർണ്ണത്തിലുള്ള അന്നം എന്ന് വെച്ചാൽ അരയന്നം പറന്ന് ഇങ്ങ് വീണ്ടും വീണ്ടും കാണിച്ചു. കണ്ണുകൾക്ക്
ഈ കണ്ണുകൾക്ക് ഇത് ഏത് ഈ പറഞ്ഞു വരുന്ന അരയന്നം നല്ല നല്ല എന്ന മുദ്രയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പീയൂഷ അമൃത് പീയൂഷ ചരിക ഇത് കണ്ണിന് നല്ല അമൃതാണ്. ഏത് ഈ പറഞ്ഞു വരുന്ന അരയന്നം. അപ്പൊ എന്നെ നിങ്ങൾ ഒന്നുകൂടെ സഹായിക്കണം. വരി തീരുമ്പോ തന്നെ ആണോ ഞാൻ അടുത്ത വരി പാടുന്നത്? ഇപ്പൊ മധുസാറിന്റെ അനിയനൊക്കെ ഞാൻ പാടിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടിയാ, വലിയ വലിയ കലാകാരന്മാർ വരുമ്പോൾ അവർക്ക് ഇത് മാഷന്റെ ഗുരുവായതുകൊണ്ട് എനിക്ക് മാഷന്റെ കൈകൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ചില നടന്മാരെ കാണിച്ചു അഭിനയം തീർന്ന് കാണോ ഞാൻ അടുത്ത വരി പാടുന്നത്, എനിക്ക് ടെൻഷനാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, മാഷ് ഒരു വരിയിലെ മുദ്രകൾ മുഴുവൻ അഭിനയിച്ച് കഴിഞ്ഞിട്ടാണോ ഞാൻ അടുത്ത വരി പാടുന്നത്? ആ മുദ്രകളെല്ലാം പരിചയപ്പെട്ടല്ലോ. അപ്പൊ ഇനി മാഷിന്റെ കൈകളെ നോക്കണം. മിന്നൽ കൊടി
ഇന്ന് വരിക ഓ 7 മുദ്രയാണ് മാഷ ആ വരിക അഭിനയിക്കേണ്ടത്. പക്ഷെ സ്വർണ്ണ അഭിനയിച്ചു, വർണ്ണ അഭിനയിച്ചു, സ്വർണ്ണ വർണ്ണ അന്നം. ഇനി കാണിക്കേണ്ടത് പറന്ന് ഇങ്ങ് വരിക ഓ. ഈ 4 മുദ്ര ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷ് എന്ത് ചെയ്തു? അരേന ഇരുന്ന് ചെറുപോലെ ഒതുക്കുന്നു, പിന്നെ അരേന ഡാൻസ് കളിക്കുന്നു, അരേന ഉറങ്ങുന്നത് കാണിച്ചിരിക്കും. എന്തൊക്കെയോ നടൻ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ സ്വർണ്ണ സാറ് പോയെങ്കിൽ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചാൽ എങ്ങനെയായിരിക്കും നോക്കാം. സാർ പോയോ? സർ യു പ്ലീസ് കം. കൗതുകം ഉണ്ടിതിനെ ഏതിനെ? ഈ അരേനകളെ പണ്ടു ഇതുവരെ കണ്ടില്ല ഞാൻ ഏവം വിധം ഇങ്ങനെ അതിനെ കേട്ടോ ഇല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാം തൊഴിൽമാരോടായി ചോദിക്കുന്നത്. സ്വർണ്ണ വർണ്ണം അരയന്നം. ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുന്ന അരയണം ചുണ്ടനക്ക് ശബ്ദിക്കും. ഇത് കേട്ടിട്ട് മഞ്ജുനാഥൻ എന്തൊരു നല്ല സൗണ്ട്. നിർണയം ഉറപ്പ് എനിക്കിണങ്ങും എന്ന് തോന്നുന്നു എന്ന മുദ്രയാണ് കാണിക്കുന്നത്. അതെ, ഒന്ന് തൊട്ട് നോക്കാം. തൊട്ടേ ഞാൻ. ഇനി അത് ശ്രദ്ധിക്കുക. ഒരു പെൺകുട്ടി പക്ഷിയെ തൊടാൻ ചെന്നാൽ അതെങ്ങനെയാണ്? ഇവരെ തമ്മിൽ തൊഴിൽമാരെ കൈക്കൽ കിട്ടുകിൽ നന്നായിരുന്നു. ഈ പക്ഷിയെ കൈ കിട്ടിയാൽ നന്നായിരുന്നു. എന്തിനാണ്? കേളി ചെയ്യുക. എങ്ങനെ കേളി ചെയ്യുക? വെള്ളമൊക്കെ കൊടുത്ത് തീറ്റി കൊടുത്ത് തൂത്ത് ഒക്കെ അങ്ങനെ കേളി ചെയ്യുക. അടുത്ത വരി ഇതാണ്. ക്രൂരനല്ല സാധു പാവാണെന്ന് അത്രേ. അപ്പൊ അവിടെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടവിടെ, ഇത് ദമയന്തിയാണല്ലോ. ദമയന്തി എങ്ങനെയാണ് തീരുമാനിച്ചത് അരയന്നം പാവമാണെന്ന്? അതിന് മാഷ് എന്തെങ്കിലും ഒരു ട്രിക്ക് ചെയ്യാതിരിക്കില്ല എന്ന് നമുക്ക് നോക്കാം, കാത്തിരിക്കാം. ക്രൂരനല്ല എന്ന മാഷല്ല ദമയന്തി എങ്ങനെ തീരുമാനിച്ചു എന്ന് നിങ്ങൾ പറയണം. ഞാൻ പറയുന്നില്ല, അഭിനയം ശ്രദ്ധിച്ചാൽ മതി. ക്രൂരനല്ല സാധു അത്ര ചാരുരൂപൻ എന്നുവെച്ചാൽ സുന്ദരൻ. നിങ്ങൾ ഈ അവസരത്തിൽ വേറൊരു അഭിനയം ഇവിടെ നടക്കേണ്ടതുണ്ട്. അത് ഞാൻ പറയാം. തോഴിമാരെന്ന ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് തൊടാൻ തരും. അപ്പൊ അരയന്നെ നീ അവരെ കൊത്താൻ തരും. അപ്പോഴാണ് അടുത്ത വരിക. അതിവിടെ അഭിനയിക്കുന്നില്ല, കാരണം തോഴിമാരില്ലല്ലോ. നിങ്ങൾ ദൂരെ നിൽപ്പിൻ. നിങ്ങളെ കൊത്താൻ വന്നില്ലേ? അതുകൊണ്ട് ദൂരെ മാറി പക്ഷെ എന്നെ കൊത്താൻ വരുന്നില്ല. ദൂരെ നിൽപ്പിൻ എന്നരികിൽ അരികിലാരും വേണ്ട. ഇത്രയാണ് ഇവിടെ അഭിനയിക്കാൻ പോണത്. ഇപ്പൊ അഭിനയിക്കാൻ പോണ മുദ്ര കണ്ട മഞ്ജുനാഥം
കൈകൾ കൊണ്ട് തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തൊട്ടേനെ ഞാൻ കൈകൾ
വരും.